ഇനി ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയും. ഈ ചർച്ച തീർന്നേക്ക് മുമ്പ് ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോലെ കഴിഞ്ഞ ദിവസം കേരള കൗമുദിയിൽ വന്ന റിപ്പോർട്ട് ലിയോ ഏതായാലും കണ്ടു കാണുമല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ്സുകാർ ഒരുപാട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതെ, അതിൽ ഈ OBC വിഭാഗത്തിൽപ്പെട്ട് ഈഴവർ എത്ര പേരുണ്ട്? ഈ ഒരു കയ്യിൻ്റെ 5 വിരലുകൊണ്ട് ഇട്ടി തീർക്കുക. 5 പേരില്ല, അതിൽ താഴെ. എന്നിട്ടാണ് ഈ പുള്ളി വലിയ സിദ്ധാന്തം പറഞ്ഞത്. പട്ടാളത്തിൽ ഈഴവരില്ല, പട്ടാളത്തിൽ വിശ്വകർമ്മരില്ല, പട്ടാളത്തിൽ ധീവരില്ല, പട്ടാളത്തിൽ പുലയരില്ല. ആദ്യം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പുള്ളി സംവരണം നടപ്പാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പട്ടാളത്തിലും ഐക്യരാഷ്ട്രസഭയിലൊക്കെ കൊണ്ടുവരട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. ഇല്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള സംവരണത്തെക്കുറിച്ചൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ചർച്ച ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം തോന്നുന്നു, അല്ലേ? ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതെ, അത് ഏത് കാലത്തും അങ്ങനെയാണല്ലോ. ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റീസിനെ ഇവർ ഓർക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ മറന്നുപോയി ചെയ്യും. 10 കൊല്ലം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഭരിച്ചല്ലേ, പുള്ളിയായിരുന്നില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിച്ചത്. 2004 തൊട്ട് 2014 വരെയുള്ള സമയത്ത് എന്തുകൊണ്ടാണ് പട്ടാളത്തിൽ സംവരണം വരുത്താൻ? എന്തുകൊണ്ടാണ് ജനറൽ അല്ലെങ്കിൽ ലഫ്റ്റനൻറ്റ് ജനറൽ, മേജർ ജനറൽ പദവികളിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തായിരുന്നില്ലേ? നമ്മളാരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തരം വായ്ത്താരിയാണ്. ആളുകളെ ഇത് പറഞ്ഞ് ഇളക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പുള്ളി ഇറക്കുന്നതിനേക്കാൾ വലിയ നമ്പറുകൾ ഇറക്കാൻ പറ്റിയ ആൾക്കാരാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഇദ്ദേഹം അവിടെയാണ് പുള്ളിക്ക് തെറ്റ് വരുന്നത്. ഇതേ നമ്പറുകൾ തന്നെയാണ് മറ്റേ ഭാഗക്കാർ ചെയ്യുന്നത്. ഇപ്പം നിതീഷ് കുമാർ, അതേപോലെ ജാതി സെൻസസ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന പുള്ളിയാണ്. അത് നിതീഷ് കുമാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടില്ല. പുള്ളി ജാതി സെൻസസ് നടപ്പാക്കി കാണിച്ചു കൊടുത്തു, ഇതാണ് സാധനം എന്ന് പറഞ്ഞു. അതുപോലെ നരേന്ദ്രമോദി, പുള്ളി ചെല്ലുന്നിടത്തൊക്കെ ഞാൻ OBC-കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എൻ്റെ അച്ഛൻ ചായക്കടക്കാരനായിരുന്നു എന്ന വായ്ത്താരിയാണ് മുഴക്കുന്നത്. കേൾക്കുന്നവരത് വിശ്വസിക്കും. അതിന് ഈ രാഹുൽ ഗാന്ധിക്ക് എൻ്റെ അച്ഛനും മുത്തച്ഛനും ചായക്കട നടത്തിയെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ചായക്കട നടത്തിയിട്ടില്ല. അവർ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചവനും മറ്റത് ചായക്കട നടത്തിയവനും തമ്മിലാണ് മത്സരം. ഇതാണ് പ്രശ്നം.